ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഷുഹ വ്ളോഗും. ഈ ഒരു വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ട് ചെയ്യുന്നൊരു വീഡിയോ ആണിതും. കുറേ ദിവസത്തേക്ക് ശേഷമാണ് ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതും. ഇപ്പം ഒരു 2 മാസം ആവാനായി തോന്നുന്നുണ്ട് ഞാൻ വീഡിയോസൊക്കെ ഇട്ടിട്ട്. എനിക്ക് ഒരുപാട് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു, വാട്സപ്പിലായിക്കോട്ടെ, അതുപോലെ തന്നെ ഇൻസ്റ്റയിൽ, പിന്നെ എൻ്റെ സ്റ്റുഡൻസ്, പിന്നെ എൻ്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സ്. ഈ ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഞാൻ അങ്ങനെ, ഇപ്പോൾ ചൈൽഡ്ഹുഡ് എന്നല്ല, വേറെ ആരുമായിട്ട് ഞാൻ അങ്ങനെ ഇപ്പോൾ വാട്സപ്പിലായിക്കോട്ടെ കോളായിട്ടൊന്നുമില്ല. ആകെ ചുരുക്കം ഒരു 2-3-4 ഫ്രണ്ട്സായിട്ട് മാത്രമേ ഇപ്പം കണ്ടിന്യൂസ് ആയിട്ടോ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ആയിട്ട് സംസാരം ഇതൊക്കെ ഉള്ളതും. അപ്പം എൻ്റെ വീഡിയോസൊക്കെ ചെറുപ്പത്തിലേ ഉള്ള ഫ്രണ്ട്സ് കാണുന്നുണ്ടല്ലോ, അതുപോലെ ബാക്കിയുള്ളവരൊക്കെ കാണുന്നുണ്ട്, അവരിഷ്ടപ്പെടുന്നുണ്ട് എന്നൊക്കെ അറിഞ്ഞൊരു നിമിഷമാണ് ഇപ്പോൾ കുറച്ച് ദിവസം മുമ്പ് സംഭവിച്ചുകൊണ്ടിരുന്നത് കേട്ടോ. കാരണം 2 മാസം ആയിട്ടുണ്ടാവും തോന്നുന്നുണ്ട് ഞാൻ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടും. അപ്പോൾ എനിക്ക് വന്നിട്ടുള്ള മെസ്സേജ് ആയിരുന്നു, എന്ത് പറ്റി, യൂട്യൂബ് സ്റ്റോപ്പ് ചെയ്തോ, ഇപ്പോൾ വീഡിയോസ് ഒന്നും കാണാറില്ലല്ലോ, അങ്ങനെ കുറേ വന്നിട്ടുണ്ട്. ആ ഒരു ടൈമിലൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമായി. കാരണം ഈ ഒരു യൂട്യൂബ് പ്ലാറ്റ്ഫോമിലോട്ട് ഞാൻ വരാൻ തന്നെ റീസണ് എൻ്റെ സാറ് കാരണമാണ്. അല്ലെങ്കിൽ ഞാനിതാ ഇന്ന് ഈ ഒരു നിമിഷം പോലും ഇങ്ങനെ യൂട്യൂബിൽ വീഡിയോസ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഒക്കത്തിന് റീസൺ എന്ന് പറയുന്നത് എൻ്റെ സാറാണ്. ഞാനും ഫസ്റ്റ് ഒരു വാട്ട് എയ്റ്റിൻ്റെ ഡേ എന്ന് പറഞ്ഞൊരു വീഡിയോ ആണ് തോന്നുന്നുണ്ട്. ജസ്റ്റ് ഇങ്ങനെ ഫുഡ് കഴിക്കുന്ന സമയത്ത് ഇട്ട് നോക്കിയാൽ ഇതിക്ക് അങ്ങനെ ഇട്ടത്. പക്ഷെ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇടണം, അല്ലെങ്കിൽ യൂട്യൂബിലൂടെ അങ്ങനെ വീഡിയോസ് അങ്ങനെ വിചാരിച്ച് ചെയ്ത ഒരാളല്ല. ജസ്റ്റ് വെറുതെ ഒന്ന് അപ്ലോഡ് ചെയ്യാതിട്ട് അങ്ങനെ ഇട്ട വീഡിയോ ആയിരുന്നു. അങ്ങനെ അത് ക്ലാസ്സിലറിഞ്ഞ്, പിന്നെ സാറൊക്കെ അറിഞ്ഞത്. അതിൽ എന്നെ പഠിപ്പിച്ച, എൻ്റെ ഡിഗ്രിക്ക് പഠിപ്പിച്ച എൻ്റെ സാറുണ്ട്, ബാദുഷ സാർ എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മാത്രമാണ് ഞാൻ ഒരുപാട് പേരോട് ഞാനത് പറയലുണ്ട്. അതായത് ഇപ്പം എൻ്റെ കസിൻസ് ഇവരൊക്കെ ഇങ്ങനെ ചോദിക്കലുണ്ട്, ഇപ്പോൾ യൂട്യൂബ് നല്ല രീതിക്ക് വീഡിയോസൊക്കെ ചെയ്യലുണ്ടല്ലോ, അതുപോലെ തന്നെ നല്ല രസമുണ്ട്, നല്ല ഇതാണെന്നൊക്കെ പറയുമ്പോൾ ഞാൻ അങ്ങനെ പറയലുണ്ട്. ഈ ഒരു വീഡിയോസൊക്കെ കാണാനുള്ള മെയിനായിട്ടുള്ള റീസൺ ഒരാളുണ്ട്, അല്ലെങ്കിൽ എൻ്റെ സാറ് കാരണമാണ് ഞാനിങ്ങനെ വീഡിയോസൊക്കെ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഞാൻ ഈ ഒരു പ്ലാറ്റ്ഫോമിലോട്ടേ വരുന്നില്ല. സാർ അത്രത്തോളം എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, നല്ല രീതിയിൽ സാറ് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒരു എന്താ പറയുക, ഒരു 500 സബ്സ്ക്രൈബേഴ്സ് പോലും ആവുമെന്ന് ഞാൻ വിചാരിച്ചിട്ട്. ഞാൻ വിചാരിച്ചു ഒരു 10-20 കൂടിപ്പോയാൽ കിട്ടുന്നതായിരുന്നു. പക്ഷെ വീഡിയോസ് ഇങ്ങനെ അപ്ലോഡ് ചെയ്തു 1000 സബ്സ്ക്രൈബേഴ്സ് ആയപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടോ. കുറച്ച് വീഡിയോസ് ഇട്ടപ്പോൾ തന്നെ, അല്ലെങ്കിൽ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇട്ടപ്പോൾ തന്നെ കുറേ പേര് ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്തല്ലോ എന്നൊക്കെയുള്ള ഭയങ്കര ഹാപ്പി ഉണ്ടായിരുന്നു, ഭയങ്കര സന്തോഷമായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഈ ഒരു വീഡിയോസ് ഇട്ട് അപ്ലോഡ് ചെയ്ത് ഇപ്പം കുറച്ചായിട്ടൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസൊക്കെ ഇട്ടിട്ട് അങ്ങനെ ഇട്ടിട്ട് എനിക്ക് സത്യം പറഞ്ഞാൽ ഈ ഒരു വ്ളോഗിങ് തന്നെ ഭയങ്കര ഇഷ്ടമായിട്ടോ, യൂട്യൂബിലൂടെ വ്ളോഗ് ചെയ്യുന്നത്. അപ്പം ഞാൻ യൂട്യൂബിലൂടെ മാത്രമേ, ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ഒട്ടും ആക്റ്റീവ് അല്ല. ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാം എപ്പോഴേലൊക്കെ ഓപ്പൺ ആക്കുന്ന ഒരാളാണ്. കാരണം എന്താണെന്ന് വെച്ചാലും ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ജസ്റ്റ് റീൽസ് കാണാൻ വേണ്ടി മാത്രമാണ് യൂസ് ചെയ്യാറ്. അല്ലാണ്ട് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ അതിപ്പോൾ പ്രത്യേകിച്ച് ആർക്കും ഇൻസ്റ്റാഗ്രാമിൽ വലിയ ഇതില്ല, പക്ഷെ നമുക്കെല്ലാവരും റീൽസ്. പിന്നെയെന്ന് പറഞ്ഞാലും പെട്ടെന്ന് നെറ്റ് കഴിയുന്നതുകൊണ്ട് ഞാൻ ഇൻസ്റ്റയും അങ്ങനെ യൂസ് ചെയ്യാറില്ല. ഞാൻ കൂടുതലും വാട്സപ്പ് യൂസ് ചെയ്യുന്നു, യൂട്യൂബ് യൂസ് ചെയ്യുന്ന ഒരാളാണ്, അത്രേ ഉള്ളൂ. ഈ ഒരു എന്നോട് ഒരുപാട് പേര് പറയുന്നുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ കൂടെ വീഡിയോസ് അപ്ലോഡ് ചെയ്തുകൊണ്ട് ഒന്നുകൂടി വ്യൂവേഴ്സ് കിട്ടും, ആ ഒരു വ്യൂവേഴ്സ് വഴി യൂട്യൂബിലോട്ടും വരാൻ നല്ല ചാൻസ് ഉണ്ടെന്നുള്ളത്. പക്ഷെ ഇതുവരെയായിട്ട് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോസൊന്നും അപ്ലോഡ് ചെയ്തിട്ടില്ല. ഇൻഷാ അല്ലാഹ് ഇനി അങ്ങോട്ടും അറിയില്ല. ഒക്കെ എന്താ പറയുക, പെട്ടെന്ന് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതൊക്കെയാണ്. ഇതുവരെയായിട്ട് ഇട്ടിട്ടില്ല, ഇനി ഇടണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. എന്തായാലും കുറച്ച് കഴിയട്ടെ. പിന്നെ അപ്പം എന്താണ് 2 മാസമായിട്ട് വരാത്തത്, അതുപോലെ എന്ത് പറ്റിയെന്നൊക്കെ ചോദിച്ചു. അപ്പം അതിൻ്റെ റിപ്ലൈ ആയിട്ട് വന്നതാണ്. അപ്പം എന്താണെന്ന് വെച്ചാൽ ഞാൻ 2 മാസമായിട്ട് ഇവിടെ അല്ലായിരുന്നു. ഞാൻ എൻ്റെ ഫാമിലി ആരും ഇവിടെ ഇല്ലായിരുന്നു. എൻ്റെ വാപ്പാക്ക് ആക്സിഡൻറ്റ് പറ്റിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലായിരുന്നു. അപ്പോൾ എന്തായാലും സ്വാഭാവികമായിട്ട് നമ്മൾ വീഡിയോസ് കാര്യങ്ങളൊന്നും ചെയ്യില്ല. നമ്മൾ മാനസികമായിട്ടൊരു വീഡിയോ ചെയ്യാനുള്ളൊരു മൂഡിലും ആയിരിക്കില്ല. അപ്പം അതുകൊണ്ടൊക്കെയാണ് വീഡിയോ ചെയ്യാത്തതും. എന്തായാലും ഈ ഒരു വീഡിയോയിൽ തന്നെ ഒരുപാട് പേരോട് നന്ദി പറയണമെന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒരു കല്യാണത്തിന് പോയ സമയത്തും എൻ്റെ ഫ്രണ്ടിൻ്റെ കല്യാണത്തിന് പോയ സമയത്ത് ഒരു കുട്ടി വന്നാണ് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങൾ യൂട്യൂബൊക്കെ ചെയ്യില്ല. ആ ഒരു ടൈമിൽ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടുണ്ടായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആരെങ്കിലും കാണുന്ന ഇപ്പോഴൊക്കെ ഞാൻ ആലോചിച്ചത് പഠിച്ചാൽ എൻ്റെ വീഡിയോ കാണുന്നുണ്ടല്ലോ എന്നൊക്കെ ആയിരുന്നു. പക്ഷെ ഭയങ്കര സന്തോഷമായി. പിന്നെ എന്താ കുറച്ച് ദിവസം മുമ്പ് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കുട്ടികളൊക്കെ, എൻ്റെ സ്റ്റുഡൻസൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ എന്താണ് ക്ലാസ്സിന് പോകുന്ന സമയത്ത് എന്നോട് സ്റ്റുഡൻസ് പറയുന്നത്, ടീച്ചറെ വീഡിയോസ് തരുന്നുണ്ട്, അതായത് കളിയാക്കിയാണ്ടൊക്കെ അങ്ങനെ സംസാരിക്കാറുണ്ടായിരുന്നു.
പിന്നെ ഇപ്പോൾ 2 മാസമായിട്ട് ഞാൻ 1 മാസം ലീവ് ആയിരുന്നു. കഴിഞ്ഞതിന് ശേഷം പിന്നെ കുറേ കഴിഞ്ഞിട്ടാണ് ക്ലാസ്സിൽ പോയത്. അപ്പോൾ എന്നോട് കുട്ടികൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ടീച്ചറെ വീഡിയോസ് ഇപ്പോൾ കാണില്ല, മിസ് ചെയ്തു എന്നൊക്കെ പറഞ്ഞാണ്ടും. അപ്പോൾ ഭയങ്കര സന്തോഷമായി. പിന്നെ അതുപോലെ തന്നെ ഇത്രയും ദിവസം എൻ്റെ ഈ ഒരു വീഡിയോസ് കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്തവർക്കും ഒരുപാട് പേര് ചില കമൻസ് ഒക്കെ ഇടലുണ്ട്. അത് ചില കമൻസ് മീൻസ് നല്ല കമൻസ് ആട്ടോ, ഇതുവരായിട്ടും നെഗറ്റീവ് കമൻസ് ഒന്നും വന്നില്ല. അങ്ങനെയുള്ള ഒരു കമൻസ് ഇടുന്നവർക്കും അതുപോലെ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നവർക്കും എല്ലാവർക്കും എൻ്റെ എന്താ പറയുക ഭയങ്കര സന്തോഷം ഞാൻ അറിയിക്കുകയാണ്. ഇനിയും സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇനി ഇൻഷാ അല്ലാഹ് ഓരോ വീഡിയോസൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും. എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവുക. ഇനി ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം.